ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട 130ലധികം PSC ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ഏതാണ്? ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതവും ഹിമാലയമാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയും ഏത് തന്നെയാണ്? ഹിമാലയം തന്നെയാണ്. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഏത്? ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ ഏതാണ്? സിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് സിവാലിക്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഏതാണ്? ഹിമാചൽ ആണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചൽ ആണ്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? കശ്മീർ താഴ്വരയാണ്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കശ്മീർ താഴ്വരയാണ്. കശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഏത്? ഝലം നദിയാണ്. കശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഝലം ആണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? കുളു ആണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണ്. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? മണാലി. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി ആണ്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം നിരകളിലാണ്. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം നിരകളാണ്. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കാരക്കോറം നിരകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ഏതാണ്? സിയാച്ചിനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻറാമാണ്. മേഘാലയ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറാമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ്? കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ്?
ഗുഹാർമോത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, അതുപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശവും ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്നാണ്. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഗാദർ ആണ്. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ബങ്കർ എന്ന പേരിലാണ്. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം ബങ്കർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്ന പേര് ദോബ് എന്നാണ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്നത് ദോബ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയും ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതനിരയും ഏതാണ്? ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതം ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയും ആരവല്ലി പർവ്വതനിരകളാണ്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി നിരകളാണ്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര ആരവല്ലി നിരകളാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് ഗുരുശിഖറാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖറാണ്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിരകൾ ഏതാണ്? വിന്ധ്യാനിരകളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിര വിന്ധ്യാനിരകളാണ്. വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് സത്പുരാനിരകൾ. വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകൾ സത്പുരാനിരകളാണ്. ഈ വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മൈക്കലാനിരകളാണ്. വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മൈക്കലാനിരകളാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? പച്ച്മാർഹിയാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച്മാർഹിയാണ്. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്?
ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് ഏതാണ്? പൂർവഘട്ടമാണ്. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് പൂർവഘട്ടം. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ജിന്താഘട്ട പർവ്വതമാണ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിന്താഘട്ട പർവ്വതം. പൂർവഘട്ടം പശ്ചിമഘട്ടവുമായി സന്ധിക്കുന്ന സ്ഥലം ഏതാണ്? നീലഗിരിയാണ്. പൂർവഘട്ടം പശ്ചിമഘട്ടവുമായി സന്ധിക്കുന്ന സ്ഥലം നീലഗിരിയാണ്. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഡക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ ആണ്. ഡക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ ആണ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനലാണ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം അറിയപ്പെടുന്നത് 8 ഡിഗ്രി ചാനൽ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? മജൂലിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് മജൂലിയാണ്. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ ഒരു മജൂലി ദ്വീപാണ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മജൂലിയാണ്. സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നുമാണ്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നുമാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി, അതുപോലെ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി, ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഏതാണ്? സിന്ധു നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? നങ്ക പർവ്വതത്തിനടുത്ത് വച്ചാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പർവ്വതത്തിനടുത്ത് വെച്ചാണ്? നങ്ക പർവ്വതത്തിനടുത്ത് വച്ചാണ്. ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി ഏതാണ്? സത്ലജ് നദിയാണ്.
ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി സത്ലജ് നദിയാണ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദിയും ഏത് തന്നെയാണ്? സത്ലജ് നദിയാണ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദിയാണ്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? രവിയാണ്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെട്ടിരുന്ന നദി രവി നദിയാണ്. നൂർജഹാന്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് തന്നെയാണ്? രവി നദിയുടെ തീരത്താണ്. നൂർജഹാന്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി നദിയുടെ തീരത്താണ്. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം ഏതാണ്? രവി നദിയുടെ തീരത്താണ്. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവി നദിയുടെ തീരത്താണ്. ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സത്ലജ് നദിയാണ്. ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദിയാണ്. കശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ഝലം നദിയാണ്. കശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഝലം നദിയാണ്. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരവും ഝലം നദീതീരമാണ്. അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരം ഝലം നദിയുടെ തീരത്താണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. 2008 നവംബർ 4-നാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഗംഗോത്രിയിലെ ഗായ്മുഖ് എന്ന ഗുഹയിൽ നിന്നുമാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് എന്താണ്? ഭാഗീരഥി എന്നാണ്. ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് അല്ലെങ്കിൽ ഉത്ഭവസ്ഥലത്ത് ഗംഗാനദി അറിയപ്പെടുന്ന പേര് എന്താണ്? ഭാഗീരഥി എന്നാണ്. ഭാഗീരഥി നദിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകിത്തുടങ്ങുന്നത്? ദേവപ്രയാഗിൽ വെച്ചാണ്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗാണ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ഹരിദ്വാറിൽ വെച്ചാണ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വച്ചാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദിയുടെ നീളം എത്രയാണ്? 2525. ഗംഗയുടെ നീളം 2525 അഥവാ 2525. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുനാ നദിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനാ നദിയാണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? യമുനാ നദിയുടെ തീരത്താണ് അല്ലെ. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനാ നദിയുടെ തീരത്താണ്. ഗംഗയും യമുനയും
കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ്? അലഹാബാദിൽ വെച്ചാണല്ലേ. അലഹാബാദ് അഥവാ പ്രയാഗ്രാജിൽ വെച്ചാണ്. അലഹാബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ് എന്നത്. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? പ്രയാഗ്രാജ് അഥവാ അലഹാബാദിൽ വെച്ചാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? യമുന നദിയാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുന നദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ്. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? സോൺ നദിയാണ്. ഗംഗയുടെ തെക്കു നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ നദിയാണ്. രാമായണത്തിൽ സരയൂ എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? ഗാഗ്ര നദിയാണ്. രാമായണത്തിൽ സരയൂ എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഗാഗ്ര നദിയാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാം ഗംഗയാണ്. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാം ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ആസാമിൻ്റെ ദുഃഖം, അതുപോലെ ചുവന്ന നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ആസാമിൻ്റെ ദുഃഖം, ചുവന്ന നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ അഥവാ സുന്ദർബൻസ് ഡെൽറ്റയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ അഥവാ സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടും ഏതാണ്? സുന്ദർബൻസ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ നദിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ ഒന്നാണ് ടീസ്റ്റ നദി. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് എന്താണ്? സാങ്പോ എന്നാണ്. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ്? ജമുന എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് എന്താണ്? ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നാണ്. ബ്രഹ്മപുത്രയുടെ
പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദയാണ്. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി നർമ്മദാ നദിയാണ്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദാ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദിയും നർമ്മദയാണ്. ഡക്കാൻ പീഠഭൂമിയെയും മാൽവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയും നർമ്മദാ നദിയാണ്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി ഡക്കാൻ പീഠഭൂമിയെയും മാൽവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നർമ്മദയാണ്. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അമർകണ്ടക് ആണ്. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക് ആണ്. സർദാർ സരോവർ ഡാം, ഓംകാരേശ്വർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദാ നദിയാണ്. നർമ്മദാ നദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡാമുകളാണ് സർദാർ സരോവർ ഡാമും ഓംകാരേശ്വർ ഡാമും. ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദാ നദിയാണ്. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി നദിയാണ്. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നവയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തി നദിയാണ്. ഒറീസയുടെ ദുഃഖം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഒറീസയുടെ ദുഃഖം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. ഈ 4 ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഏതാണ്? ഗോദാവരി നദിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും ഗോദാവരി നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി നദിയാണ്. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദിയും ഗോദാവരി നദിയാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദി കൃഷ്ണ നദിയാണ്. ഉപദ്വീപീയൻ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദി കൃഷ്ണ നദിയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി നദിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി നദിയാണ്. കാവേരി നദിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അണക്കെട്ടിൻ്റെ പേരെന്താണ്? കല്ലണൈ ഡാം എന്നാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. ആദ്യ പേരെന്താണ്? കല്ലണൈ ഡാം എന്നാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദിയാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദിയാണ്. ഇന്ത്യയിലെ
ഏറ്റവും വലിയ തടാകം, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഏതാണ്? ചിൽക്ക തടാകമാണ്, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? സാംബർ തടാകം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാംബർ തടാകമാണ്, രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ്. വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കിന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക് തടാകമാണ്. മണിപ്പൂർ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകമാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിൻ്റെ പേര് എന്താണ്? ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാലക്കാറ്റാണ് ചെറി ബ്ലോസം. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാലക്കാറ്റ് ചെറി ബ്ലോസമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനം എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനം, അതുപോലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനം. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഏത് തന്നെയാണ്? എക്കൽ മണ്ണ് തന്നെയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. റിഗർ, ചെർണോസെം എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. റിഗർ, ചെർണോസെം എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഡക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. ഡക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണാണ്. നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം പർവ്വത മണ്ണാണ്. നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം പർവ്വത മണ്ണാണ്. ഏകദേശം 34 മിനിറ്റ് കൊണ്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട 131
PSC ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചെറിയ കുറച്ച് ഭാഗങ്ങളിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. നമുക്കത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഈ 131 ചോദ്യങ്ങളും എല്ലാവരും നിർബന്ധമായും പഠിക്കുക.